ആദ്യം ഗ്രൂപ്പ് ടീച്ചിങ് എന്താണ്, അതെങ്ങനെ നടപ്പിലാക്കാം, അത് നമ്മളെങ്ങനെ പ്രാവർത്തികമാക്കാം, അത് ഓരോ വിഷയത്തിൽ എങ്ങനെ ചെയ്യാം. ഇപ്പൊ കൊമേഴ്സിലാണെങ്കിൽ അത് എങ്ങനെ ചെയ്യാം, എക്കണോമിക്സിൽ എങ്ങനെ ചെയ്യാം, ഇംഗ്ലീഷിൽ എങ്ങനെ ചെയ്യാം, ലാംഗ്വേജസ് എങ്ങനെ ചെയ്യാം എന്നുള്ള രൂപത്തില് ഓരോ ടീമിനെ കൊണ്ട് ഈ മെത്തേഡ്സ് എന്താണെന്ന് പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും 3:30-ക്ക് ശേഷം 3:30 to 4:30 3:30 ക്ലാസ് കഴിയും. പിന്നെ 4:30 വരെയുള്ള 1 മണിക്കൂർ ഈ ടീച്ചേഴ്സിനെ റിസോഴ്സ് പേഴ്സൺ ആക്കിക്കൊണ്ട് രണ്ടുപേരുടെ വലിയ പരിമിതികൾ, വലിയ പ്രശ്നങ്ങൾ, വലിയ കുറഞ്ഞ സമയം. ഇപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ പറഞ്ഞാൽ വിപുലമായ ഒരു സബ്ജക്റ്റാണ്. നമ്മളത് എടുത്തു പോകുമ്പോൾ പലപ്പോഴും ഞാനൊക്കെ ഏറ്റവും പിന്നിലാണ്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ പാഠഭാഗങ്ങൾ തീർക്കാത്ത വിമർശനം ചെയ്യുന്നവരാണ് ഞാൻ. കാരണം കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് കൃത്യമായിട്ട് ആ കണ്ടന്റ് കൺസൾട്ട് ചെയ്യപ്പെടുക, അത് കൃത്യമായ ഒരു പഠന പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോവുക എന്നത് പലപ്പോഴും ഞങ്ങൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നതായിട്ട് ആര് കുറെ സാധനങ്ങളൊക്കെ നടന്നിട്ട് ഇതൊക്കെ എഴുതുന്ന നല്ല കാര്യം. ടീച്ചർ പ്രാക്ടീസ് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടി വേറെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്ത ഒരാളുമായിട്ട് ഞാൻ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ട് കുട്ടി പറഞ്ഞ സംസാരമാണ്. ഇത് അവരുടെ സംസാരം എന്നതിന് അപ്പുറത്തേക്കാണ് അവരുടെ മുന്നിലുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള അത് നമ്മുടെ കാണുന്നത് ദയനീയമായൊരു സാഹചര്യമാണ്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം.